ഇന്നത്തെ രാത്രിയിലെ ദൈവിക ആലോചനയ്ക്കായി നാം നമ്മെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവിക ചിന്തകൾക്ക് ആധാരമായി ഒരു ദൈവവചനം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 and 8. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, but what things were gained to me, those I counted loss for Christ. Yeah, doubtless. And I count all things but loss for the excellency of the knowledge of Christ Jesus, my Lord. For him I have suffered the loss of all things, and do count them but dung, that I may win Christ. If you see the report of Paul's heart, or if you take a spiritual x-ray of Paul's heart, this is a report would say. അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിന്റെ ഒരു സ്പിരിച്വൽ എക്സ്റേ എടുക്കാമെങ്കിൽ ഇതായിരിക്കും ആ എക്സ്റേയുടെ റിപ്പോർട്ട്. ദിസ് ഈസ് വാട്ട് വാസ് ഹാപ്പനിങ് when he was meeting with the Lord on the road Damascus. അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ നാം കാണുന്ന ദമസ്കോസിന്റെ റോഡിൽ വെച്ച് നമ്മുടെ കർത്താവുമായിട്ടുണ്ടായ കൂടിക്കാഴ്ചയിൽ പൗലോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവരുടെ ഹൃദയത്തിൽ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, അതാ ഇപ്പൊ നമ്മൾ കേട്ട വാക്യങ്ങൾ. ഹല്ലേലൂയ. This is his personal testimony of salvation. തന്റെ രക്ഷാ നിർണയത്തെ കുറിച്ച്, തന്റെ രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്ന സാക്ഷ്യമാണിത്. എന്താ കർത്താവിന്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യം? എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. I count everything but loss to gain Christ. Hallelujah. Praise the Lord. ആരാ പൗലോസ്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പൗലോസ് ആരാണെന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാം കേട്ടു തഴമ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് പൗലോസിനെ കുറിച്ച്. അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു. പോളിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് പറയുന്നു അദ്ദേഹം ധനാഢ്യനായിരുന്നു. He was one of the rich men. He has a great heritage. ഒരു വലിയ പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലും റോമൻ ഗവർണറായിരുന്ന ഫെസ്തുസിന്റെ മുമ്പിലും ന്യായവിസ്താരത്തിനു വേണ്ടി പൗലോസിനെ കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നിപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പുകളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എങ്കിൽ തന്നെയും അതൊരു നിന്ദയായും പരിഹാസമായും ഒരുപക്ഷെ പലരും കാണത്തില്ല. എന്നാൽ അന്ന് അങ്ങനെയായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ ശിഷ്യനായി ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ യേശുവിനെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് നിന്ദിക്കപ്പെടുന്ന അവസ്ഥയാണ്. ആരാ യേശു? പാലസ്തീനിൽ എവിടെയോ ജീവിച്ച ഒരു തച്ചൻ. He was one of the carpenters who were living in some part of Palestine, Nazareth. And that was the heritage of Jesus. People despised Jesus. All the spiritual leaders despised Jesus. Only some poor people accepted him as their Messiah and as their Savior. ചില പാവപ്പെട്ട മനുഷ്യരൊഴികെ, സമൂഹത്തിന്റെ ഇടയിൽ നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, തരം താഴ്ത്തപ്പെട്ട ചുരുക്കം ചില മനുഷ്യരൊഴികെ ബാക്കി ആരും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. അതിന്റെ മധ്യത്തിലാണ് പൗലോസ് കർത്താവിനെ സാക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, അഗ്രിപ്പ രാജാവിന്റെയും ഫെസ്തസിന്റെയും മുമ്പിൽ നിൽക്കുമ്പോൾ 26-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, റോമൻ ഗവർണറായിരുന്ന ഫെസ്തസ് ആ റോയൽ കോർട്ടിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞതായിട്ടാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്നറിയാമോ,
പൗലോസേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പോൾ, യു ആർ സ്പീക്കിംഗ് ഓഫ് യുവർ ഹെഡ്. അടുത്ത വാക്യം പറഞ്ഞത് എന്തെന്നറിയാമോ? വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ബിക്കോസ് ഓഫ് മച്ച് ലേണിംഗ് യു വെൻ മാഡ്. അതിന്റെ അർത്ഥം എന്താ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, റോമ ഗവർണറാണ് പറയുന്നത് പൗലോസ് വിദ്യാസമ്പന്നനാണെന്ന്. ഹല്ലേലൂയ. ലോകത്തിൽ അറിയപ്പെട്ടിരുന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ഒരു മനുഷ്യൻ, സമൂഹത്തിൽ ഉന്നതി പ്രാപിച്ചിരുന്ന മനുഷ്യൻ, എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, വിദ്യാസമ്പന്നരെന്ന് അവിടുത്തെ ഭരണകർത്താക്കൾ പോലും സർട്ടിഫൈ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഇതാ പറയുകയാ, ഐ കൗണ്ട് എവറിഥിങ് ബട്ട് ലോസ് ടു ഗെയിൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലത്തെയും ചപ്പന്നും ചവറന്നും എണ്ണുന്നു, സകലത്തെയും ഛേദമെണ്ണുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ പറഞ്ഞ ഐ കൗണ്ട് ബട്ട് ഡങ്. ഓ, പൗലോസ് പറയുക തന്റെ ജീവിതത്തിൽ ഉള്ളത് മുഴുവനും ഡങ്ങാണെന്ന്. ഡങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലത്തിന് തുല്യമാണെന്ന്. ഹല്ലേലൂയ. അതിനെപ്പോലെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദിസ് നെവർ ഹാപ്പൻഡ് ബിഫോർ ദ കൺവേർഷൻ ഓഫ് പോൾ. പൗലോസിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ചരിത്ര കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തെ നന്നായി അറിഞ്ഞിരുന്നവനാണ് പൗലോസ്. ഈ 3-ാം അധ്യായത്തിൽ തന്നെ അവിടെ പറയുന്നു, 3-ാം അധ്യായത്തിന്റെ മുകളിലെ ഭാഗം, നമ്മൾ വായിച്ച ഭാഗത്തിന് മുകളിലോട്ട് നോക്കുമ്പോൾ 6-ാമത്തെ വാക്യം പറയുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഐ ആം ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ലോ. ദൈവത്തിന്റെ ന്യായപ്രമാണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാത്തവണ്ണം നീതി, പുറമേയുള്ള നീതിയുക്തമായ ജീവിതം നയിച്ചവനായിരുന്നു പൗലോസ്. മുകളിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കപ്പെട്ടവൻ, മതിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ പറയുക, ഞാൻ എല്ലാത്തിനെയും ചവറന്നെണ്ണുക. എന്തിനു വേണ്ടി എന്നറിയാമോ? യേശുവിനെ നേടാൻ വേണ്ടി. ഹല്ലേലൂയ. All his greatness he was putting on one side of the scale. സ്കെയിലിന്റെ ഒരു വശത്ത് തന്റെ ക്രെഡൻഷ്യൽസ് എല്ലാം വെക്കുക, തന്റെ അക്കലോട്ട്സ്, തന്റെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ്, തന്റെ റിലീജിയസ് ലീനിങ്സ്, തന്റെ പോപ്പുലാരിറ്റി, തന്റെ നോളജ്, തന്റെ വെൽത്ത്, തന്റെ അക്സെപ്റ്റൻസ്, താൻ നേടിയ ഗ്രേറ്റ് ഹെറിറ്റേജ്, എവറിത്തിങ് he put on one side of the scale, and the other side he put Christ. Let me tell you, Christ overweighed every single greatness of Paul. Now Paul says, I see one thing in this scale. Christ is much more greater than anything that I possess in this world. ഈ ലോകത്തിൽ എനിക്കുള്ളതെന്ന് ഞാൻ ഇത്രയും കാലം ഞാൻ നേടിയത്, എന്റെ വിദ്യാഭ്യാസം, എന്റെ ന്യായപ്രമാണത്തിലെ പരിചയം, എന്റെ ലോകത്തിലെ അക്സെപ്റ്റൻസ്, എന്റെ ഗ്രേറ്റ്നെസ്, എല്ലാം 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 ഹല്ലേലൂയ യേശു കർത്താവുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ വെറും റബ്ബിഷ് ആണെന്ന്. അതാ ദൈവവചനം എഴുതിയിരിക്കുന്ന വാക്ക്. വെറും റബ്ബിഷ്, ഛേദമാണ്. ഇറ്റ് ഈസ് ബട്ട് എ ലോസ്, അത് നഷ്ടമാണ് എന്ന് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So Paul was making a comparison there. Hallelujah. And Paul was a man who knew God even before he met with Christ. യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞവനാണ് പൗലോസ്. ദൈവിക ന്യായപ്രമാണത്തെ ഗ്രഹിച്ചവനാണ്. ദൈവിക ന്യായപ്രമാണത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം യോഗ്യത നേടിയവനാണ്. അത് മാത്രമല്ല, അന്നത്തെ അറിയപ്പെട്ടിരുന്ന ഒരു ന്യായപ്രമാണ പണ്ഡിതനായിരുന്ന ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്നു ആര്? പൗലോസ്. ഇതെല്ലാം അറിഞ്ഞു. ദൈവത്തെക്കുറിച്ച് സകലതും അറിയാമായിരുന്നു. He had enough knowledge about God. He had enough knowledge about the kingdom of God. He had enough knowledge about how to reverence God. It's all knowledge, but he never had a revelation. He had a revelation only when he met with Christ. യേശുവിനെ കണ്ടപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ വെളിപ്പാടുണ്ടായത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, knowledge would never transform us.
അറിവിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച് എത്ര അറിവുണ്ടായിരുന്നാലും, അതിൽ എങ്ങനെയെല്ലാം നമ്മൾ പണ്ഡിതന്മാരായി തീർന്നാലും, എന്തെല്ലാം പഠിച്ചു വെച്ചിരുന്നാലും അതിന് നമ്മളെ മാറ്റുവാൻ കഴിയുകയില്ല. നമ്മുടെ ഹൃദയം മാറണമെങ്കിൽ, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമുക്ക് കർത്താവിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കണം. കാരണം അറിവെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലേക്കാണ് പോകുന്നത്, വെളിപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഹൃദയത്തിന് രൂപാന്തരം വരുന്ന ഒരു വ്യക്തി മാത്രമേ മാറ്റം സംഭവിക്കത്തുള്ളൂ. ചിന്തകളിൽ എത്ര വളർന്നാലും, ബുദ്ധിയിൽ എത്ര വളർന്നാലും, എത്ര വികസിച്ചാലും, എത്രമാത്രം അറിവ് വർദ്ധിപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരണമെങ്കിൽ ഹൃദയത്തിന് മാറ്റം സംഭവിക്കണം. That can happen only through revelation. That is what has happened when Paul met with Jesus Christ. യേശു കർത്താവിനെ മുഖാമുഖം കണ്ടപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതായിരുന്നു. He had a fresh revelation from Christ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ അതിന് നാം കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയാത്തത്, കർത്താവിന് വേണ്ടി നമുക്ക് സകലതും സമർപ്പിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം അറിവില്ലായ്മ കൊണ്ടല്ല. നമുക്ക് എല്ലാവർക്കും ഒത്തിരി അറിവുണ്ട്, ഇഷ്ടംപോലെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ ചെവികളിലൂടെ കേട്ട് അത് നമ്മുടെ ബുദ്ധിയിലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ശബ്ദം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നീയും ഞാനും മെൽറ്റായി പോകും, ഉരുകിപ്പോകും. നമ്മളിലെ അധാർമികത, അല്ലെങ്കിൽ നമ്മളെ അശുദ്ധി, നമ്മുടെ ജീവിതത്തിലെ ജഡീകത കർത്താവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ, അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ ഉരുകി ഒലിച്ചു പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പറയാം, I am dressed very well, I look very well, I am ready for everything and I am appreciated by everybody. This gentleman, when he is standing in the presence of God, when he stands in the glorious light of Christ's perfection, I feel myself to be ugly. I will be stinking before his mightiness. Hallelujah. എല്ലാവരും നമ്മളെ അംഗീകരിച്ചാലും, നമ്മൾ എത്രമാത്രം വെൽ ടു ഡു ആണെന്ന് നമുക്ക് ഫീൽ ചെയ്താലും, നമ്മളെ മറ്റുള്ളവരെക്കാളൊക്കെ ഒത്തിരി മുകളിലാണെന്ന് നമുക്ക് തോന്നിയാലും, അനേകര് നമ്മളെ അംഗീകരിച്ചാലും ബഹുമാനിച്ചാലും ശരി, സ്ഥാനമാനങ്ങൾ തന്ന് ഈ ലോകം നമ്മളെ മാനിച്ചാലും ശരി, കർത്താവിന്റെ പരിപൂർണതയുടെ മുമ്പിൽ, അവിടുത്തെ തേജസ്സിന്റെ മുമ്പിൽ ഒരു നിമിഷം നിന്ന് അവിടുത്തെ വെളിപ്പാടിനെ ഹൃദയത്തിലേക്ക് പ്രാപിക്കുമ്പോൾ അവിടെയാണ് നാം മനസ്സിലാകുന്നത്, we are just ugly thinking a human. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. മണം, ദുർഗുണമുള്ള, അതിലെ കപടമുള്ള, മ്ലേച്ഛതകൾ നിറഞ്ഞ, അതിലെ കാപട്യമുള്ള ഒരു മനുഷ്യൻ മാത്രമാണെന്ന് തിരിച്ചറിയുന്നത് കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രം. ഹല്ലേലൂയ. പൗലോസ് അങ്ങനെ നിന്നു. അവിടെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കമ്പാരിസൺ ചെയ്യുന്നവർ, കമ്പാരിസൺ ചെയ്യത്തില്ലെന്ന് നമ്മൾ ആരും പറയരുത് കേട്ടോ. ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ നോക്കിക്കേ, നമ്മൾ ഇവിടെ ആയിരിക്കുന്ന, നമ്മൾ എവിടൊക്കെ ആയോ, ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കുന്നുവോ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ കമ്പാരിസണിന്റെ ഫലമാണ് അല്ലേ? എന്തുകൊണ്ടാണ് യു കെയിലേക്ക് നമ്മൾ വന്നത്? കാരണം നമ്മളൊരു കമ്പാരിസൺ ചെയ്തു, ഇന്ത്യയാണോ നല്ലത് യു കെ ആണോ? അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലായി ഇന്ത്യയേക്കാൾ നല്ലത് യു കെ ആണ്. എന്തുകൊണ്ട്? നല്ല സാമ്പത്തികമായ നന്മയുണ്ട്, കുഞ്ഞുങ്ങൾക്ക് സെറ്റിൽ ആകുവാനായിട്ട് പറ്റും, കുറച്ചുകൂടെ കംഫർട്ടാണ് ഇവിടെ. അത് മാത്രമല്ല, മറ്റ് സോഷ്യൽ സിസ്റ്റംസ് ഇവിടെ കൂടുതലുണ്ട്. ശരിയല്ലേ? കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നേരം നമ്മളൊരു കമ്പാരിസൺ നടത്തും, ഏതാ നല്ല സ്കൂൾ എന്നുള്ളത്, ഇല്ലേ? ഒരു ജോലി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം നമ്മൾ കമ്പാരിസൺ നടക്കും, ഏതാ ഏറ്റവും നല്ല ജോലി എന്നുള്ളത്. ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പാരിസൺ ചെയ്യും, അല്ലേ? ഈവൻ ഒരു ചർച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പോലും നമ്മളൊരു കമ്പാരിസൺ ചെയ്യും. എന്താണെന്നറിയാമോ? ഈ കമ്പാരിസണിനകത്തൊക്കെ എനിക്ക് എന്താണ് ബെറ്റർ, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റേജ്. മറന്നു പോകരുത് ദൈവമക്കളെ. അപ്പൊ നമുക്കാർക്കും കമ്പാരിസൺ ചെയ്യാൻ അറിയത്തില്ലെന്ന് ദൈവവചനത്തിൽ പറയരുത്, അല്ലെ ദൈവസന്നിധിയിൽ പറയരുത്. നമ്മളൊക്കെ നന്നായിട്ട് കമ്പാരിസൺ ചെയ്യുന്നവരാ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നിത്യമായതിനു വേണ്ടി, എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ നടുവിൽ അത് ടെമ്പറൽ ആൻഡ് ഇറ്റേണൽ, പ്രൈസ് ദി ലോർഡ്,
താൽക്കാലികവും എന്നും നിലനിൽക്കുന്നതും എന്നൊരു കമ്പാരിസൺ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാറുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഷിപ്പ്, some time ago, once upon a time, there was a ship which was carrying some precious cargo, some very valuable cargo to another port. As the sailors were loading in the cargo, they were very, very careful because they didn't want to bring any damage on that. They were carrying every boxes with great care into the deck. അവർ ഷിപ്പിനകത്തേക്ക് വളരെ കെയർഫുൾ ആയിട്ട് കാർഗോയൊക്കെ നിറച്ച്, കാരണം വളരെ പ്രഷ്യസ് സ്റ്റഫാണ് കാർഗോയ്ക്കകത്തുള്ളത്. അപ്പൊ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ബിഗ് കാർഗോയുമായിട്ട് ഈ ഷിപ്പ് മൂവ് ചെയ്യുകയാണ് സീക്കകത്തൂടെ. And what happened in the middle of the sea, after a couple of days, the ship caught in a storm. Listen to me very carefully. The ship caught in a storm, and the ship was about to sink. Now, it would sink now because the storm was so great. It was just, blowing upon the ship, and the ship was shaking. And the captain said, we have no way to move forward. And all of us, all sailors, including the captain, could die because the ship can sink into the bottom of the sea. There is only one way to escape. What is that way? Get rid of this cargo. ഇതിലെ കാർഗോ എല്ലാം എടുത്ത് കടലിൽ എറിയണം. Everyone said, no. How can we throw away this cargo? It is so expensive. It's so precious items. It's so useful. And it has value. It is very precious. When we loaded them onto the ship, we were very, very careful. And we have been handling it. We have been protecting it all these days with great care. Captain said, I accept it. But it is of no use to a sinking ship. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഒത്തിരി വിലയുള്ളതാണ്. ഇതിനൊത്തിരി പ്രയോജനമുള്ളതാണ്. ഇതൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ ഒത്തിരി ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഹല്ലേലൂയ, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. Now you have a choice whether ship is important or the cargo is important. Your life is important or the cargo is important. അവരാ മനസ്സോടെ ആ കാർഗോ എല്ലാം എടുത്ത് ഓഷ്യനിൽ എറിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, always remember, we are a sinking ship into the bottom of this ocean of sin, provided if we have no Christ in us. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, നാം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി കരുതിയിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, സമുദ്രത്തിന്റെ പാപഭംഗിലമായിരിക്കുന്ന സമുദ്രത്തിന്റെ അടിയിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു ഷിപ്പ് മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നമ്മുടെ ലോകപരിചയം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. They are all good, but it is of no use to a sinking ship. അതിന് നമ്മുടെ ക്രെഡൻഷ്യൽസ് കൊണ്ട്, എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ് കൊണ്ട്, നമ്മുടെ ജോലി പരിചയം കൊണ്ട്, ലോകം നമ്മളെ അംഗീകരിച്ചത് കൊണ്ട്, നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, ഇത്രയും നാളും നാം നേടിയത് കൊണ്ട്, ലോകത്തിലെ സ്വത്ത് കൊണ്ട്, ഗ്രേറ്റ്നെസ് ഓഫ് ദിസ് വേൾഡ് കൊണ്ട്, ഇറ്റ്സ് ഓഫ് നോ യൂസ് ഇഫ് യു ആർ സിങ്കിങ് ഇൻ ടു ദ ബോട്ടം ഓഫ് ദിസ് ഓഷ്യൻ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ കാർഗോ എല്ലാം എടുത്ത് വെളിയിൽ എറിയുക. ഐ കൗണ്ട് ദം ഓൾ ഡങ് just to gain Christ, just to save myself eternally. എന്നെ നിത്യതയിലേക്ക് നേടുവാൻ തക്കവണ്ണം, എന്നെ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം, ഈ കപ്പലിലുള്ള വേണ്ടാത്ത സകലത്തെയും, ഈ ജീവിതത്തിലുള്ള വേണ്ടാത്ത സകലത്തെയും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എറിഞ്ഞു കളയുകയാണ്. അതാ അപ്പോസ്തലൻ പറഞ്ഞു. നാം മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. I count them all rubbish. ഇന്നത്തെ പകൽക്കാലം, ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീ ഒന്ന് ഓർത്ത് നോക്കിയേ. From 75 years from now, 75 years from now, just listen, my brother, my sister,
In 75 years from now, you tell me, will your life will be any use? Will your house will be any use to you? Will your car will be any use to you? Will your job will be any use to you? Will your education, social acceptance, all those man's glory, will anything be any useful to you or to me? No. Absolutely no. അതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രയോജനം ചെയ്യുന്നത് എന്താ? ഇന്നത്തെ രാത്രി അതിനു വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ഒരു റെവലേഷൻ നമ്മുടെ ഹാർട്ടിലേക്ക് വരുമ്പോഴാ നമുക്ക് രൂപാന്തരം ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിലയുള്ളതേത്, വിലയില്ലാത്തതേത് എന്നുള്ള തിരിച്ചറിവ് കടന്നു വരുന്നത് കർത്താവ് റെവലേഷൻ നമ്മുടെ ഹാർട്ടിലേക്ക് തരുമ്പോഴാ. ഹല്ലേലൂയ. ഞാൻ അധികം സമയം ചെലവഴിക്കുന്ന എന്റെ ജോലി, ഞാൻ ഒത്തിരി സൂക്ഷിക്കുന്ന എന്റെ ഭവനം, ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ വാഹനം, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള സകലതും one day we have to leave. We have to leave one day. All these things, every greatness which the world has offered us. നമ്മുടെ കർത്താവിനെ മറന്ന്, ഏറ്റവും നിത്യമായതിനെ മറന്ന്, ഇതിലേതെങ്കിലും ഒന്നിന്റെ പിന്നാലെയാണ് നമ്മുടെ ജീവിതത്തെ നാം നയിക്കുന്നതെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നിന്റെ പിന്നാലെയാണ് നമ്മുടെ സമയത്തെ കൊടുക്കുന്നതെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം നയിക്കപ്പെടുന്നതെങ്കിൽ, I tell you, you will regret that one day. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, I count them all dung. എല്ലാത്തിനെയും ഞാൻ ഛേദമെന്നുണ്ടുക. എന്തിനെന്നറിയാമോ? എന്റെ കർത്താവ്, അവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ നിങ്ങളൊന്ന് വായിക്കണം. അത്രമേൽ എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അറിവില്ലാത്തവനല്ല അത് ചെയ്യുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ സകലത്തിലും പ്രഗത്ഭനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ലോകത്തിലെല്ലാം ഉള്ള ഒരു മനുഷ്യൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മളെക്കാൾ ഒക്കെ ഏത് കാര്യത്തിലും അഗ്രഗണ്യനായ ഒരു മനുഷ്യനെ ഇവിടെ പറയുന്നത്, ഞാൻ എല്ലാം കളയുകയാണ്, എല്ലാത്തിനെയും ചപ്പന്നും ചവർന്ന് വെണ്ണുകയാണ്. I have no detachment with any of these things. ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഇനി വലുതല്ല. അതിന്റെ അർത്ഥം വീട് വിട്ടു പോകണമെന്നോ, ഓടിക്കുന്ന വാഹനം കളയണമെന്നോ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുതെന്നോ, നല്ല വസ്ത്രം ധരിക്കരുതോ ഒന്നുമല്ല. ബട്ട് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് ടു എവറിത്തിങ്? എന്താണ് നമുക്ക് അതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്? ഹല്ലേലൂയ. ഏതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഏതാണ് എന്റെ ഹൃദയത്തിന്റെ കോണിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്? ഏതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ഞാൻ കാണുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്. ദൈവമക്കളെ, ഒരു വചനത്തിലേക്ക് ഒന്ന് വന്നേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു വചനഭാഗത്തിലേക്ക്, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. Gospel of Matthew chapter 16 verse 24, 25 and 26. ഞാൻ പെട്ടെന്ന് ഇത് വായിച്ചു പോകുകയാണ്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരുവൻ തന്റെ ജീവനെ നേടുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ രാത്രി നാം മനസ്സിലാക്കേണ്ടതാണ് 25-ാമത്തെ വാക്യം, for whosoever will save his life and whosoever will lose his life for my sake shall find it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രയത്നം മുഴുവനും നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആക്കാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കംഫർട്ടബിൾ ആക്കാനാണ്. നമ്മുടെ തലമുറയുടെ ജീവിതം കംഫർട്ടബിൾ ആക്കാനാണ്. യേശു കർത്താവ് പറയുക, തന്റെ ജീവനെ നേടുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും അതിനെ കളയും. Praise the Lord. The more you are concerned about
things of this world, for comfort of your life in this world, Lord says, you will lose your life. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളത് എന്തിനെങ്കിലും വേണ്ടിയാണ് നാം ഓടുന്നതെങ്കിൽ, ഭാരപ്പെടുന്നതെങ്കിൽ, വേദനിക്കുന്നതെങ്കിൽ, നാം സ്ട്രെസ് എടുക്കുന്നതെങ്കിൽ, കർത്താവ് പറയുന്നു യു ലൂസ് യുവർ ലൈഫ്. പക്ഷേ കർത്താവ് അടുത്ത വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? Whosoever lose his life for my sake shall find it. എന്റെ നാമനിമിത്തം ആരെങ്കിലും, അവിടെ എഴുതിയിരിക്കുന്ന 11 നോക്കിയേ, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ളത് എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി വേണ്ട എന്ന് വെച്ചാൽ, അതിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന, കർത്താവിന് നീ പ്രാധാന്യം കൊടുത്താൽ, ഹല്ലേലൂയ, നീ നിന്റെ ജീവനെ നേടുമെന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരുവന്റെ പിന്നാലെ വലിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഗ്രേറ്റ് മാറ്റർ ടു ഫോളോ ക്രൈസ്റ്റ്. നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ പോലെ ഈസി അല്ല ക്രിസ്തീയ ജീവിതം. ദൈവമക്കളെ, അതിലെ ഒരു കർത്താവിന്റെ ശിഷ്യനായി തീരുക എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് എടുക്കേണ്ടവനാ. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് എടുക്കുന്നവന് മാത്രമേ കർത്താവിന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ ഞാനത് പൊളൈറ്റ് ആയിട്ട് പറഞ്ഞ്, ക്രിസ്ത്യാനിയായിരിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കുന്നവനാണ്. അല്ലാത്തവന് ക്രിസ്തുവിന്റെ അനുഗാമിയാകുവാൻ കഴിയുകയില്ല. ക്രൂശിന്റെ പാതയിലൂടെ നടക്കുന്നവന് മാത്രമേ ക്രിസ്ത്യാനിയാകുവാൻ കഴിയൂ. എന്താ ക്രൂശിന്റെ പാത? നിന്ദയുടെ പാതയാണത്, പരിഹാസത്തിന്റെ പാതയാണ്, ജനം ത്യജിക്കുന്ന പാതയാണ്, നഷ്ടങ്ങളുടെ പാതയാണ്, അപമാനത്തിന്റെ പാതയാണ്. നമ്മുടെ നാഥൻ സഹിച്ച സകല വേദനകളിലൂടെയും നാം കടന്നു പോകുമ്പോഴാണ് കർത്താവിന്റെ മഹത്വത്തിന് നമ്മൾ ഓഹരിക്കാരായി തീരുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞതാ, തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ തക്കോണം നമ്മുടെ ഫ്ലഷിന് ഇഷ്ടമല്ല. അപ്പൊ കർത്താവ് പറയാ, നിന്റെ ഫ്ലഷിനെ നീ ഡിനൈ ചെയ്യണമെന്ന്. യു ഡിനൈ യുവർ സെൽഫ്. യുവർ സെൽഫ് doesn't want to go through all those sort of trials and humiliations and rejections. Your self doesn't want to suffer anything for the sake of Christ. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാൻ നിന്റെ സെൽഫിന് താല്പര്യമില്ല. രാവിലെ രാത്രി വെളുപ്പിനെ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ നിന്റെ സെൽഫിന് ഇഷ്ടമല്ല. നിന്റെ ജീവിതം കിടന്നുറങ്ങുന്നേ, രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചാ പോരെയോ? The Lord is saying, if you want to follow me, deny yourself. നിന്റെ സെൽഫ് പറയുന്നു നീ കേൾക്കരുത്, അതിന് നീ ഡിനൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലായി ജീവിക്കണമെങ്കിൽ നാം നഷ്ടം സഹിക്കണം. നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നാം വേണ്ട എന്ന് വെക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം മറന്നു പോകരുത്. There is a saying out in the world, things can be done only by great sacrifice. Have you heard of this saying? Great things can be done only by great sacrifice. Let me tell you, ഒളിമ്പിക്സിന് ജയിക്കുവാൻ പോകുന്ന ഒരു അത്ലറ്റിനോട് ചോദിച്ചേ, ഹല്ലേലൂയ, he has to give up so many things. He has to give up some of his food habits. He has to give up some of his, extra sleeping. He has to give up some of his fat from his body. He has to give up some of his entertainment programs. He has to give up some of his bad friends. He wants to attain a reward, a crown in the Olympics or some race competition. ഒരു യങ് മാനോട് ചോദിച്ചേ, who is so careful about himself, you ask him, hey, I give up some food, I am on dieting. മാത്രമല്ല, he says, I am going to a gym, I do some exercise. When other people are playing with some video games or something, or sitting before a television, I am in the gym training myself, exercising. Why? I have an aim in my life. I want a perfect health. You ask a clever student, do you give up something to get a higher grade? Yes. They will say, yes, uncle, I do it. I give up so much. I give up some of my sleep. I give up some of my companies, some friends. I give up some of my entertainments. I have no time to sit before computer, television for all those entertainment programs, because I have one goal in my life. I want to secure higher grade in my examinations. ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ബുദ്ധിയുള്ള, ക്ലവർ ആയിട്ടുള്ള
ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ച കുഞ്ഞ് നഷ്ടപ്പെടുത്തുമോന്ന്, ആ കുഞ്ഞ് പറയും, എന്റെ ഒത്തിരി ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തും, എന്റെ ബാഡ് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കളയും. അതിലെ മറ്റുള്ളവർ ടിവിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അതിലെ കോമഡികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ, റിയാലിറ്റി ഷോ കാണുമ്പോൾ എനിക്കത് കാണാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം. മുമ്പേ പറഞ്ഞതുപോലെ ഒളിമ്പിക്സിൽ അതിലെ കോണ്ടസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു അത്ലറ്റിനോട് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തി ഉപേക്ഷിക്കുന്നത് കാണാം. എന്തിന്? ഒളിമ്പിക്സിൽ എനിക്കൊരു ക്രൗൺ വാങ്ങിക്കണം, ഒരു മെഡൽ വാങ്ങിക്കണം. നമ്മളെല്ലാം പലതും നേടുവാൻ വേണ്ടി ഉപേക്ഷിക്കുന്നവരല്ലേ? Great things can be done only by great sacrifice. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, നിത്യത വെറുതെ കിട്ടുന്നതല്ല. യേശുവിനോട് കൂടെ സ്വർഗത്തിലുള്ള വാസം വെറുതെ കിട്ടുന്നതല്ല. അതിന് നീ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചേ മതിയാകൂ. Unless you are not willing to give up something, we won't be able to be found with the Lord in eternity. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജീവനെ നേടുവാൻ ഇച്ഛിക്കുന്നവരൊക്കെ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്നെ ജീവനെ കളയുവാൻ ഇച്ഛിച്ചാൽ അതിനെ അവൻ നേടും. നമ്മൾ എന്താ കർത്താവിന് വേണ്ടി കളയുന്നത്? What are we giving up for sake of pursuing after God? പൗലോസ് പറഞ്ഞു, എനിക്കുള്ളതൊക്കെ ഞാൻ ചപ്പന്നും ചവറന്നു വെണ്ണുക യേശുവിന് വേണ്ടി, യേശുവിനെ നേടാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവില് ഇന്നത്തെ രാത്രികാലം നാം ആ ചോദ്യം ഒന്ന് ഏറ്റെടുത്തേ. കർത്താവിന് വേണ്ടി എന്താ നമ്മൾ വേണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ളത്? വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടെന്ന് വെക്കുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. എന്റെ കുടുംബ ബന്ധങ്ങൾ പലതും, അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, എന്നോട് കൂടെ അടുത്തിരുന്നവർ പറഞ്ഞത് പലതും ചെവിക്കൊള്ളുവാൻ തക്കവണ്ണം എനിക്കിടയായില്ല. ഞാനതിനെ റിജക്ട് ചെയ്തു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നിയ പലതും ഞാൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്തിനാ? എന്റെ യേശുവിന് വേണ്ടി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയമായി വളരാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പൗലോസിനെ പോലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റൊരു ദൈവദാസനെയോ ദൈവദാസിയെ പോലെ നമുക്ക് ഉയരുവാൻ കഴിയാത്തത്? കർത്താവിന് വേണ്ടി അവര് വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ പലതും ഇന്ന് നിന്റെ ജീവിതത്തിലുണ്ട്. അവര് നഷ്ടം സഹിക്കുവാൻ തയ്യാറായി യേശുവിന് വേണ്ടി. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ നഷ്ടം സഹിക്കുവാൻ തയ്യാറാകുന്നില്ല. ക്രൈസ്തവരോട് മറന്നു പോകരുത്. ഇന്നൊന്ന് ചിന്തിച്ചു നോക്ക്, യേശുവിന് വേണ്ടി ഞാൻ എന്താ വേണ്ടെന്ന് വെക്കുന്നത്? എന്റെ കർത്താവിന് വേണ്ടി, എന്റെ കർത്താവിനോട് നിത്യതയിൽ വസിക്കുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് വേണ്ടെന്ന് വെക്കുന്നത്? നമുക്കെല്ലാം വേണം, കർത്താവും വേണം. ഇറ്റ് വിൽ നെവർ വർക്ക്. ദാറ്റ് ഫോർമുല വിൽ നെവർ വർക്ക്. അതാ ഇന്നത്തെ രാത്രിയിലെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേഗം മുന്നോട്ട് ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് ഒന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഒന്ന് എടുത്തേ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായത്തില് ഒരു മനോഹര വാക്യം വായിച്ച് ഞാൻ ഓർക്കുന്നു. 44-ാമത്തെ വാക്യം. മാത്യു, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 13 verse 44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മാറിച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഹല്ലേലൂയ. നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനഭാഗമായത്. ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം നമ്മൾ കേട്ടത്. Here is a man, he has seen a treasure in a field, and what did he do? He knew the value of that treasure. It could be worth millions of pounds. He didn't say to anybody.
What did he do? He covered it so that no one ever would see that. Immediately he went back his home. He took every asset of him, his house, his vehicles, his all real estates, everything he has sold. Because he knows one thing: if I sell off every property that I have, and I will take money and I will go and buy this field. If I get this field as my own, I can be much, much richer than what I was or who I was. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ദൈവമക്കളെ? ഒരു മനുഷ്യൻ ഒരു നിധി കണ്ടു ഫീൽഡില്, ഒരു നിധി ഇരിക്കുന്ന കണ്ടിട്ട് ആരും കാണാതെ നിധിയെ മറച്ചു വെച്ചതായിട്ട് ദൈവവചനം ഇവിടെ പറയുന്നു. എന്നിട്ട് പോയി തനിക്കുള്ളതൊക്കെയും വിറ്റു. വോയിസ് മാൻ. എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് ദൈവത്തിന്റെ വചനം കേട്ടേ മതിയാകും. ഹല്ലേലൂയ. Here is a wise man who is willing to suffer a loss, a temporal loss. താൽക്കാലികമായ നഷ്ടം സഹിക്കുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ. ഒന്ന് നോക്കിക്കേ, തനിക്കുള്ള വലിയ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ വിറ്റു, തനിക്കുള്ള വാഹനങ്ങൾ വിറ്റു, തന്റെ സ്വത്തെല്ലാം വിറ്റിട്ട് പോയിട്ട് ഒരു ചെറിയ ഒരു തുണ്ടു ഭൂമി വാങ്ങിക്കുക. ലോകം അവനെ നോക്കിക്കൊണ്ട് എന്ത് വിളിക്കും? പോഷൻ എന്ന് വിളിക്കും അല്ലേ? People will call him mad, foolish, because you are selling everything, every stuff you are selling, these big buildings and castles and all your vehicles and all your real estate, everything you are selling off to buy this small plot of land. People will mock at you, but you know in your heart that in this single small plot there is a great treasure that you have seen. You have hidden it. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, സകലത്തെയും വിട്ടിട്ട് ഈ കർത്താവിന്റെ പിന്നാലെ നീയും ഞാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോകം നമ്മളെ നോക്കി പുച്ഛിക്കും. ഇവരെന്ത് കണ്ടിട്ടാ ഈ ഇറങ്ങിപ്പോയേക്കുന്നത്? ഇവരെന്ത് കണ്ടിട്ടാ ഈ വിശ്വാസിയാണെന്ന് പറഞ്ഞു പോയിരിക്കുന്നത്? കൂട്ടുകെട്ടുകൾ കളഞ്ഞിട്ട്, നല്ല സ്ഥാനമാനങ്ങൾ കളഞ്ഞിട്ട്, നന്നായിട്ട് പൈസ ഉണ്ടാക്കാവുന്ന മാർഗങ്ങൾ കളഞ്ഞിട്ട്, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കളഞ്ഞിട്ട്, നല്ല നിലയിൽ എത്താവുന്ന ഇവൻ, കഴിവുള്ള ഇവൻ ഇതൊക്കെ കളഞ്ഞിട്ട്, കഴിവുള്ള ഇവൾ ഇതൊക്കെ കളഞ്ഞിട്ട് ഈ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞു ലോകം നിന്നെ പുച്ഛിക്കും. പക്ഷെ നിനക്കറിയാം, നിത്യതയിൽ വിലയുള്ള ഒന്നിനു വേണ്ടിയാണ് വിലയില്ലാത്തതെല്ലാം കളഞ്ഞിട്ട് നീ പിൻഗമിക്കുന്നത്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനേ, ഹല്ലേലൂയ, ഇതാ ശ്രേഷ്ഠനായ ഒരു ഭക്തന്റെ ഹൃദയത്തിന്റെ നിലവാരം. അതെന്താ? അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞ ഉപമ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരുത്തനത് കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് വന്നീ വയല് വാങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നിന്റെ ജീവിതത്തിൽ നീ നഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, ഈ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട്, ഈ കർത്താവിന്റെ പിന്നാലെ നീ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, നീ ഒരു ഭോഷനല്ല, നിന്റെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാകില്ല. നീ അത് 100 ഇരട്ടിയായി കൊയ്യുന്ന ഒരു ദിനം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഭോഷനായി പോയ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Can you turn with me to Matthew chapter 19. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക്, മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, there is a rich young ruler coming to the Lord. ഒരു പ്രമാണി അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, 16-ാമത്തെ വാക്യം മുതൽ 19-16, മത്തായി 19-16,
അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരോ, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവനോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടക്കുവാൻ നീ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ആ സ്റ്റോറി. അവൻ ചോദിച്ചു, ഏതൊക്കെയാ കൽപ്പനകൾ? ഇപ്പൊ കർത്താവ് കൽപ്പനകൾ, പഴയ നിയമത്തിലെ കൽപ്പനകൾ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞത് എന്തെന്നറിയാമോ? ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു, ഇനി കുറവുള്ളത് എന്ത്? ഞാൻ പറയുന്നത് കേൾക്കാമോ എല്ലാവർക്കും? ക്യാൻ യു ഹിയർ മീ? യാ, ഓക്കെ. ഇനി കുറവുള്ളത് എന്ത്? I don't find anything I am in short with. I don't find anything lacking in me. അവിടെ പറയുന്ന ആ വാക്യം ഒന്ന് നോക്കിക്കേ. അവിടെ 21-ാമത്തെ വാക്യം, യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. Here is a man who had to take a choice, who had to make a choice. The Lord had given him the choice. ഹല്ലേലൂയ. ഒരു അപ്പോസ്തലനായി തീരുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനായിരുന്നു ഇവൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എന്തെന്നറിയാമോ? എന്നെ അനുഗമിക്കുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിലുള്ള നിന്റെ സമ്പത്താണ്. കാരണം എനിക്ക് നിന്നെ നോക്കിയാൽ അതറിയാം. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം, സമ്പത്തുള്ളവനായതുകൊണ്ടാ അവൻ ദുഃഖത്തോടെ പോയത്. അപ്പൊ അവന്റെ ഹൃദയത്തിൽ സമ്പത്തിന്റെ സ്ഥാനം എന്തെന്ന് അവൻ പോകുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞവനാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് അവനോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നതിന് തടസ്സമായി നിന്റെ ജീവിതത്തിലുള്ളത് നിന്റെ സമ്പത്തിനോടുള്ള സ്നേഹമാണ്. യു ഹാവ് ടു മേക്ക് എ ചോയ്സ് വെദർ ടു ബി മൈ ഡിസൈപ്പിൾ ഓർ to be a man living in this world enjoying your wealth for a short while. ചുരുക്കം ചില നാളിലേക്ക് ഉള്ളതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാണിയായിട്ട് ജീവിക്കാനാണോ, അതോ നിത്യത മുഴുവൻ സന്തോഷിപ്പാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനായി അപ്പോസ്തലനായി മാറുവാനാണോ നിനക്ക് ആഗ്രഹം? മാറുവാനാണ് ആഗ്രഹമെങ്കിൽ ഇതൊക്കെ അതിൽ നിന്നെ തടസ്സപ്പെടുത്തുന്നതിനെ വിട്ട് നീ എന്നെ അനുഗമിക്കണം. പക്ഷേ he took a wrong choice. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, പിന്നീട് ഇവൻ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയോ നമുക്കറിയത്തില്ല. ഇൻ കേസ് മാനസാന്തരപ്പെട്ടാൽ തന്നെയും, സ്വർഗത്തിൽ പോയാൽ തന്നെയും, ഹല്ലേലൂയ, ഈ മനുഷ്യനോടൊന്ന് ചോദിച്ചേ, ഡിഡ് യു ടേക്ക് യുവർ റൈറ്റ് ഡിസിഷൻ ദെൻ? അവൻ പറയും, നോ, ഐ വാസ് എ ഫൂൾ, ഐ വാസ് എ ഫൂൾ. ഈ മാണിക്യത്തെ പ്രതി, ഈ മാണിക്യത്തെ വിട്ടിട്ട് ഞാൻ മണ്ണിനെ സ്നേഹിച്ചു പോയി. ഭക്തൻ പാടിയതുപോലെ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ മണ്ണാണ്. ഇറ്റ് ഇസ് എ പൈൽ ഓഫ് ഡസ്റ്റ്. നോ മാറ്റർ ഹൗ ബിഗ് യു ആർ, no matter how great you are, no matter how well known you are, no matter how many fans you have, no matter how great popular you are, it's all mud, it's all pile of dust when your life is compared with the life in the eternity. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മറന്നു പോകരുത്. 29-ാമത്തെ വാക്യത്തിൽ നോക്കിയ താഴേക്ക് വായിച്ചു വരുമ്പോൾ 13-29 അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, എന്റെ നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് കൂടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നഷ്ടത്തിന്റെ ബന്ധമല്ല. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നിന്റെ സഹോദരനെ നഷ്ടപ്പെട്ടോ, സഹോദരിയെ നഷ്ടപ്പെട്ടോ, നിന്റെ കുടുംബ സ്വത്ത് നഷ്ടപ്പെട്ടോ, നിന്റെ ജോലി നഷ്ടപ്പെട്ടോ, മറ്റുള്ളവർ നിന്നെ വെടക്കം തണ്ടി നിന്നെ പുറന്തള്ളിയോ, എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ യേശുവിനെ പ്രതി നിനക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു 100 മടങ്ങ് നിനക്ക് കിട്ടും. അത് മാത്രമല്ല, നിത്യതയെയും നീ അവകാശമാക്കി മാറ്റും. നാം ഒരിക്കലും അത് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിനോട് കൂടെ ജീവിക്കുന്നത് അത്ര ശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ, നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പിന്നാലെ ആരൊക്കെ പോയോ അവരൊക്കെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു, അവരൊക്കെ നിന്ന സഹിക്കേണ്ടി വന്നു, അവരൊക്കെ പരിഹാസമേൽക്കേണ്ടതായിട്ട് വന്നു, അവരൊക്കെ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ട്? അവരാരും മടങ്ങിപ്പോയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, നിങ്ങളൊക്കെ മിഷണറി സ്റ്റോറീസ് ഒക്കെ വായിക്കുന്നവരല്ലേ, മിഷണറി ഡോക്യുമെന്ററീസ് ഒക്കെ കാണുന്നവരല്ലേ? ഇത്രയും പീഡനങ്ങൾ വർദ്ധിപ്പിച്ചിട്ട്, അതിൽ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ
എത്രയോ സഹോദരന്മാരാണ് കാട്ടിലേക്കൊക്കെ ഓടിപ്പോയി. ഞാൻ ചില സ്ഥലങ്ങളിൽ പോയെടുത്ത് വെച്ച് എന്നെ കാണിക്കുവാനിടയായി അവര്. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ ആക്ടിവിസ്റ്റുകൾ, ടെററിസ്റ്റുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ഫനാറ്റിക്സ്, അവര് വന്നിട്ട് ഈ പാവപ്പെട്ട വിശ്വാസികളുടെ വീടുകളെ ചൂഷണം ചെയ്തപ്പോൾ, അവരെ ഉപദ്രവിച്ചപ്പോൾ, അവരൊക്കെ ആ വീടുകളൊക്കെ ഫോർസേക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിലേക്ക് റൺഅവേ ചെയ്തതായിട്ട് എന്നോട് പറയാനായിട്ടിടയായി. എന്നിട്ട് എന്തുകൊണ്ട് അവർ വിശ്വാസം കളയാതിരുന്നത്? അവരൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ ക്രിസ്തുവിനെ വേണ്ടാന്നൊന്ന് പറഞ്ഞാൽ മതി, അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവത്തില്ല. എന്തുകൊണ്ട് നിന്ദയുടെയും പീഡനത്തിന്റെയും നടുവിൽ അവർ യേശുവിന് വേണ്ടി നിന്നു? നമ്മളിൽ പലരും കാണാത്തതൊന്ന് കാണുവാൻ കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു. Praise the Lord. We all have knowledge, but they had revelation. Praise the Lord. നമുക്ക് പലർക്കും അറിവുകളേ ഉള്ളൂ, പക്ഷെ വെളിപ്പാട് അവർക്ക് പ്രാപിച്ചു. അതുകൊണ്ട് നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ആരോ ഒരു വീഡിയോയെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് കേൾക്കുവാനിടയായി. There is a video clip moving in the YouTube somewhere. ഹല്ലേലൂയ, യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. കുറച്ച് ക്രിസ്ത്യൻസിനെ ആഫ്രിക്കയിൽ ഏതോ ഒരു പ്രദേശത്ത് ഇങ്ങനെ മുട്ടിന്മേൽ നിർത്തിക്കൊണ്ട് ഒരാൾ വന്നിട്ട് കഴുത്തറുത്തറുത്തറുത്ത് കളയുന്നതായിട്ട് ലൈവ് വീഡിയോ. Why? They simply had to say one thing. അവർ കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, do you want to be a Christian now or do you want to join us? അവർ പറഞ്ഞു, yes, we love to die as a Christian. Oh, my brother, my sister, when your faith is tested, there only you know how much you love your Lord. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ നെറ്റിക്ക് ആരെങ്കിലും ഒരു റിവോൾവർ വെച്ചിട്ട്, നമ്മുടെ കഴുത്തിന് ആരെങ്കിലും ഒരു കത്തി വെച്ചിട്ട് ചോദിക്കുക, you still love this Jesus? Will you be able to say, yes, I love my master? അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ അറിവ് മാത്രം പോരാ, അകത്ത് വെളിപ്പാട് പ്രാപിക്കണം. അറിവ് കൊണ്ടൊന്നുമില്ല, വെളിപ്പാട് പ്രാപിച്ച ഒരു വ്യക്തിക്കേ അറിയത്തുള്ളൂ, ഈ നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്റെ കർത്താവിനോടുകൂടി അവിടുത്തെ മഹത്വത്തിൽ ഞാൻ വസിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ജിം എലിയറ്റിനെ കുറിച്ച്. 1956 എക്വേദർ എന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ഹൊറാനി പീപ്പിളിന്റെ അവർ കൊന്ന 5 പേരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു, ഒരു മിഷണറി ആയിരുന്നു. ഔട്ട് ഓഫ് ദ 5 missionaries who were killed by Horani people of Ecuador in 1956 at the age of 29. 29 വയസ്സ് മാത്രമേ അന്ന് ജിം എലിയറ്റിന് പ്രായമുള്ളൂ. 3 വർഷമേ ആയുള്ളായിരുന്നു ആ പ്രിയപ്പെട്ടവൻ വിവാഹം കഴിച്ചിട്ട്. 2 വയസ്സുള്ള ഒരു മോള്. He wanted to evangelize that island. He wanted to evangelize the Aqua people. But we know that he was killed there, along with the 4 other missionaries. You know one great quote he has written before his death? ആ മിഷണറി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ച ഒരു കൊട്ടേഷൻ ഉണ്ട്. എഴുതി വെച്ചിട്ടാ പോയത് ഡയറിക്കകത്ത്. എന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ? He is no fool who gives up what he cannot keep to gain what he cannot lose. He is no fool who gives up what he cannot keep to gain what he cannot lose. അതിന്റെ അർത്ഥം എന്തറിയാമോ? He is no fool who gives what he cannot keep. സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ, നിലനിൽക്കുവാൻ കഴിയാത്തതിനെ വിട്ടുകളയുന്നവൻ ഫൂളല്ല. എന്തിനു വേണ്ടി വിട്ടുകളയുന്നവൻ? എന്നും നിലനിൽക്കുന്നത് പ്രാപിക്കുവാൻ തക്കവണ്ണം. ഒന്നുകൂടെ ഞാൻ മലയാളത്തിൽ അത് പറയാം. എന്നും നിലനിൽക്കുന്നതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിലനിൽക്കാത്തതിനെ വിട്ടുകളയുന്നവൻ ഫൂളല്ലെന്ന്, ഭോഷനല്ലെന്ന്. അദ്ദേഹം അത് എഴുതി വെച്ചിട്ട് പോയ യാത്രയിലാണ് he was killed at the age of 29, leaving his young wife and a 2-year-old daughter. Here is a man who had revelation from the Lord. Here is a man who had counted everything but rubbish just to die for the Lord Jesus. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ രാത്രി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. Do I have the real faith? Do I have the real faith?
നമ്മളൊക്കെ ചിന്തിക്കുന്ന 1-2 പാട്ടുകളൊക്കെ പാടി 3-4-5 പ്രസംഗങ്ങളൊക്കെ നടത്തി 10 പേർക്ക് ട്രാക്ട് ഒക്കെ കൊടുത്ത് 2 പേരെ ചർച്ചിലൊക്കെ കൊണ്ടുവന്ന നമ്മൾ എന്തോ വലിയ സംഭവമായെന്ന. Hallelujah. What are we in our heart? Can we count everything but rubbish? കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അങ്ങ് തന്നത് എന്തും നഷ്ടപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ്. Can you put a great seal, a rubber stamp saying loss with a red ink in a big letter, loss on everything that you love? നീ സ്നേഹിക്കുന്ന സകലത്തിന്റെയും മേലിൽ ലോസ്, നഷ്ടം, നഷ്ടം, നഷ്ടമെന്ന് ഒരു റബ്ബർ സ്റ്റാമ്പ് കൊണ്ട് വലിയ അക്ഷരത്തിലുള്ള റബ്ബർ സ്റ്റാമ്പ് ചുമന്ന മഷി കൊണ്ട് എഴുതി നീ സ്നേഹിക്കുന്ന സകലത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ചെയ്യുവാൻ ദൈവ പൈതലേ നിനക്ക് കഴിയുമോ? This is a loss. My house is a loss. My qualification is a loss. My health is a loss. My popularity is a loss. Everything that I have in this world is a loss. Because one day I'm going to lose everything. I cannot keep it for 1,000 years. I don't know whether I will be there tomorrow to inherit that. ഇതനുഭവിക്കാൻ ഞാൻ നാളെ ഇവിടെ ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ഈ ലോകത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന സഹോദര സഹോദരി, അനേക എക്സ്ക്യൂസുകൾ പറഞ്ഞു ദൈവമഹത്വത്തിൽ നിന്ന് മാറിപ്പോകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് നിന്നെ വശീകരിക്കുമ്പോൾ ഇത് ഓർക്കുക, നമ്മുടെ കർത്താവിന് നമ്മളെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒന്ന് മാറ്റ്, നമ്മുടെ ജീവിതം ഒന്ന് മാറട്ടെ. ഇനി എത്ര നാൾ ഇത് കാണും നമുക്ക് ഓരോരുത്തർക്കും? How many years we are going to have in this world? My children, don't say because you are 10 or 11 you will have another 100 years or 80 years to live. No, you don't know what is going to happen to you tomorrow. So many things are happening in this world which you never dreamt, which none of us have ever imagined. This pandemic, 1 year ago, 2 years ago, whoever thought of these things? And we don't know in 2021 what is there. We don't know in 2022 what is there. We are living in an uncertain world. We don't know what is waiting for us tomorrow. But live for that which is going to be eternal. Even if you that, അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, whoever saves his life will lose it, and whoever for my sake will lose his life will have it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. Hallelujah. Hallelujah. This is something like profit and loss in someone's life. Are you wise enough to live for the profitable thing? നമ്മൾ ഏറ്റവും നല്ലതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവരാ. നാം നമ്മുടെ ഭാഗം നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ എപ്പോഴും. ഇന്നത്തെ രാത്രി കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാ, നമുക്ക് കിട്ടാനുള്ളത് ഇതാണ്, ക്രിസ്തു. അവന് തുല്യമായി ലോകത്തിൽ മറ്റൊന്നുമില്ല. Even if you put every glory that you have, every splendor that you have, every majesty that you have, everything known and unknown in this world you have, put it that on one side of the scale and put Christ on the other side. Christ will overweigh everything that you put on the other side. കർത്താവിന് തുല്യമായി നിൽക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. നീ എത്രമാത്രം ഉയർന്നാലും, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നേടിയാലും, ഏതെല്ലാം സ്ഥാനമാനങ്ങൾ കൈക്കലാക്കിയാലും, നീ എവിടെയെല്ലാം എത്തിയാലും, യേശു നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമായി തീർന്നാൽ, you will be the loser that day. You will suffer the loss there. You will never be seen in the eternity. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, മറന്നു പോകരുത്. ഇന്നത്തെ രാത്രി ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കാട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്താട്ടെ. ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഹൃദയത്തിൽ പ്രാപിച്ച വെളിപ്പാട്. കർത്താവ് സംസാരിക്കുമ്പോൾ മാത്രമേ വെളിപ്പാട് കിട്ടൂ കേട്ടോ. ഞാനിപ്പോ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരോടും കർത്താവ് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കരുത്.
എന്താ കർത്താവ് സംസാരിക്കുന്നു എന്നുള്ളതിന് തെളിവെന്നറിയാമോ ദൈവമക്കളെ? കർത്താവ് സംസാരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യും. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാ: അവിടുത്തെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, മരത്തിന്റെ തോലുരിക്കുന്നു എന്ന്. ദൈവം സംസാരിക്കുമ്പോൾ നാം ചിരിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഉരുകും. നമ്മൾ ഉരുകും. നമ്മുടെ കപടങ്ങളൊക്കെ അവിടെ ദൈവത്തിന്റെ ആത്മാവ് എക്സ്പോസ് ചെയ്യും. അങ്ങനെയുള്ള ദൈവദാസന്മാരെ നോക്കിക്കൊണ്ട് വെളിപ്പാട് ലഭിക്കാത്ത വിശ്വാസികൾ എന്ന് പറയുന്നവർ പറയും, he is harsh, he is rude. No, he is not harsh, he is not rude. It is the Lord who is speaking that way to you. എന്നെ കേൾക്കുന്ന ദൈവമേ, കർത്താവ് സംസാരിച്ചു എന്നുള്ളതിന്റെ തെളിവതാണ്. That word will shake our spirit. That will penetrate into our being. And it demands a transformation of our heart. ദൈവത്തിന്റെ വചനം നമ്മുടെ രൂപാന്തരമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടയ്ക്കാം. കർത്താവിന്റെ വചനം ഇന്നത്തെ രാത്രി അവിടെ നമ്മളെ കേൾപ്പിച്ചു. പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇത് മാത്രമായിരുന്നു. എന്ത്? To gain Christ at any cost. To gain Christ at any cost. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് my children, it doesn't mean that you go to give up your education. It doesn't mean that you have to give up your ambitions in this world of what you need to become after your studies. It doesn't mean that you have to give up everything that you possess now in this world. No. It simply means this: what is your priority? What is your number one thing in your life? What is that one thing you are craving for? Is that to impress your Lord? Or is that to get something out of this world? To become a big man? To become a big shot here? A popular man here, or a popular woman here? Or something to enjoy in this world? Or to please your master and God? That is going to be eternal. That is where you prove that you are wise before God. കർത്താവിന്റെ സന്നിധിയിൽ നാം ബുദ്ധിയുള്ളവരാണെന്ന് വെളിപ്പെടുത്തുന്ന അങ്ങനെയാ നാം എടുക്കുന്ന തീരുമാനം. ഇന്നത്തെ രാത്രി മുതൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക: കർത്താവേ, വിലയില്ലാത്തതിനു വേണ്ടി ജീവിക്കുന്ന ഒരു ഭോഷനായി ഞാൻ മാറരുത്. വിലയുള്ളതിനു വേണ്ടി കഷ്ടം സഹിക്കുന്നവനായി തീരണം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട്: എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് കഷ്ടമാണ് സഹിക്കുന്നത്? എന്റെ യേശുവിന് വേണ്ടി ഞാൻ എന്ത് കഷ്ടമാണ് സഹിക്കുന്നത്? എനിക്കൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവെ, ഞാൻ ചെയ്തു എന്ന് പറയാൻ എനിക്കൊന്നുമില്ല കർത്താവിന്റെ സന്നിധിയിൽ. കാരണം ഒരുവൻ ഞാനിത് ചെയ്തു എന്ന് പറയാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം കർത്താവ് ഇങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ കൂടുതൽ. നമുക്ക് ആർക്ക് കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയാൻ പറ്റും, കർത്താവ് ഞാൻ ഇത് ചെയ്തെന്ന്? അപ്പൊ കർത്താവ് ചോദിച്ചു, ഞാൻ ചെയ്തിട്ടുള്ളതോ? Amazing. I can't find anything where I can take a little rest to think that ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ, ഇച്ചിരി റെസ്റ്റ് ഞാൻ എടുക്കട്ടെ. നോ. സഹോദര, സഹോദരി, take your life seriously. This is the Spirit of God speaking to you and to me. We don't know how long we are going to live now. How many days or weeks or months or years left for us in this world. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആരോഗ്യം കർത്താവ് നമുക്ക് തന്നു. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കർത്താവ് തന്നു. മറ്റുള്ളവരെക്കാളുള്ള പല കാര്യങ്ങളിലും മേന്മ ദൈവം നമുക്ക് തന്നു. എവിടെയാ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരല്പം നഷ്ടം സഹിക്കുന്നത്? നമ്മൾ എന്ത് നഷ്ടമാണ് നമ്മൾ സഹിക്കുന്നത്? എപ്പോഴും കേൾക്കുന്ന മെസ്സേജ് പോലെ ഇത് തള്ളിക്കളയരുത് ദൈവ പൈതലേ. ഈ മെസ്സേജ് സോ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിന്റെ തെളിവാ പല പ്രാവശ്യം ഈ മെസ്സേജ് കട്ടായി പോവുകയാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. ഇവിടെ നോക്കിയ ഒരു അപ്പോസ്തലൻ, എല്ലാം ഉണ്ടായിരുന്നവൻ അത് കളഞ്ഞിട്ട് വിവാഹം പോലും കഴിക്കാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു.
നിന്നയേറ്റു, പരിഹാസമേറ്റു, അടികൊണ്ടു, തുപ്പലേറ്റു. അവസാനം നീറോ ചക്രവർത്തി കഴുത്ത് കണ്ടിച്ചു കളഞ്ഞു, ബിഹേഡ് ചെയ്തു. എന്തിനു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ നേടാൻ. ആ അപ്പോസ്തലന്റെ കൂടെ നമ്മളും പോയി ഒരിക്കൽ നിൽക്കേണ്ടത് ആ ദൈവസന്നിധിയില്. നമ്മുടെ ചുറ്റുപാടും അനേക ദൈവദാസന്മാർ, ദൈവദാസിമാരുണ്ട്, കർത്താവിന് വേണ്ടി കഷ്ടവും നഷ്ടവും സഹിക്കുന്നവർ. അവരോടുകൂടെ സ്വർഗത്തിൽ നമ്മളും പോയി നിൽക്കേണ്ടതാണ്. അവര് ശ്രേഷ്ഠകരമായ സാക്ഷ്യങ്ങൾ അവിടെ പറയുമ്പോൾ ഞാനും നിങ്ങളും അവിടെ എന്ത് സാക്ഷ്യം പറയും? എന്ത് സാക്ഷ്യം പറയും ദൈവ പൈതലേ? Have you ever considered this? Have you ever thought this? When those great men and women of God in the first centuries who suffered death in the mouth of lions, who were persecuted, who were boiled in the oil, who had lost so many things, their relatives, their wives and their husbands and their children, when they were in queue to give out testimonies in heaven, what testimony you and I will have there to say? എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഇത്. ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, അങ്ങയെ സേവിക്കുവാനുള്ള വഴികൾ തുറന്നതാ. എന്നെ എന്റെ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു വെളിയിൽ ഇറക്ക്. I want to serve you. മറ്റുള്ള ദൈവദാസന്മാര് ശുശ്രൂഷകൾ ചെയ്യുന്നത് വായിച്ചിട്ടുള്ളത് കൊണ്ട് അനേക ദൈവദാസന്മാർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് കാണുന്നത് കൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്തുവാ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, once again we have heard the pulse of the Spirit. He loves us so much. Stop living for this world. Stop living for the temporal things, because anything under the sky is temporal. Anything under the sky is temporal. It is waiting to be passed away. It's all will be faded. Never live for it. Never live for it. Live for those things which are going to be rewarding and which are going to be eternal. ഇന്നത്തെ രാത്രി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.